അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയുമായി മികച്ച പങ്കാളിത്തത്തിന് രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് മോദി പറഞ്ഞു. അതിനിടെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയുമായി ട്രംപ് ഭരണകൂടം ഗുരുദ്വാരകളിൽ പരിശോധന നടത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയ ശേഷം ഇരു നേതാക്കളും തമ്മിലുള്ള ആദ്യ ഔദ്യോഗിക സംഭാഷണമായിരുന്നു ഇത്. ജനങ്ങളുടെ ക്ഷേമത്തിനും ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് സംഭാഷണത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. അതിനിടെ അനധികൃതമായി അമേരിക്കയിലെത്തിയവരെ കണ്ടെത്താനുള്ള വ്യാപക പരിശോധനകൾ തുടരുകയാണ്. ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും ഗുരുദ്വാരകളിൽ എമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ഗുരുദ്വാരകൾ സിഖ് വിഘടനവാദികളുടെയും അനധികൃത കുടിയേറ്റക്കാരുടെയും കേന്ദ്രമായി മാറുന്നതായുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഗുരുദ്വാരകളെ ലക്ഷ്യം വെച്ചുള്ള നീക്കം വിശ്വാസികളെ അപമാനിക്കാനാണെന്നാണ് സിഖ് സമൂഹത്തിന്റെ വാദം. അമേരിക്കയിലേക്കുള്ള നിയമപരമായ കുടിയേറ്റത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 18,000 ഇന്ത്യക്കാർ അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചിട്ടുണ്ടെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. അനധികൃതമായി താമസിക്കുന്ന പൗരന്മാരെ തിരിച്ചെടുക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് നേരത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് നിയമപരമായ കുടിയേറ്റത്തിന് ഇന്ത്യക്ക് ഇളവ് നൽകുമെന്ന് അമേരിക്കയും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV.